മുമ്പിലെ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോരാൻ ഭാസ്കരന്റെ മോൻ മറന്നിട്ടില്ലടാ. നിനക്കറിയോ അവരുടെ ഔദാര്യം കൊണ്ടാ ഈ കാണുന്ന വസ്തുക്കളൊക്കെ ഉണ്ടായേ. അതൊക്കെ നീ മറന്നാൽ എനിക്ക് മറക്കാൻ ഒക്കില്ല. മാമോളെ, നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. നിങ്ങൾ ഈ കൊച്ചിനെ തിരിച്ചുകൊണ്ടാക്കിയാലും ഇവൻ കാരണം ഇതിനുണ്ടായ ചീത്തപ്പേര് ഒരിക്കലും മാറാൻ പോണില്ല. എന്നെ ആരും തട്ടിക്കൊണ്ടു വന്നല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നതാ. ഞങ്ങളിവിടെ താമസിക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ അച്ഛനും അമ്മയും അത് പറഞ്ഞാൽ മതി. നീ വാ. വേണ്ട മോനെ, നിങ്ങൾ എവിടെയും പോണ്ട. ഇത് നിങ്ങളുടെ വീടാ. വാ മോളെ. ഹരിയേട്ടാ, ഞാൻ എത്ര ദിവസമായി പറയുന്നു ലോൺ എടുത്തൊരു സ്കൂട്ടർ വാങ്ങിക്കണമെന്ന്. റോയ് സാർ ജാമ്യം നിന്നോളും. ഞാൻ മേഴ്സിയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ലോൺ എടുത്താൽ മാസം തവണ അടയ്ക്കണ്ടേ? ഇപ്പൊ തന്നെ കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയുന്നില്ല. എല്ലാ കോളേജ് അധ്യാപകരും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കുകയാണെന്നാണോ വിചാരം? ഓരോരുത്തർക്കും എന്തെങ്കിലും സൈഡ് ബിസിനസ് ഉണ്ടാവും. ഹരിയേട്ടന് ട്യൂഷൻ എടുത്തൂടെ? അത് ശരി, എന്നെ ഒരു വണ്ടിക്കാളെ പോലെ പണിയെടുപ്പിക്കണം എന്നാണല്ലേ തനിക്ക്? ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവെന്ന് പറയാറില്ലേ? താനത് തിരുത്തി, അത്യാഗ്രഹമാണ് സൃഷ്ടിയുടെ മാതാവെന്ന്. ലോണ് ഞാൻ അടച്ചോളാം. എനിക്ക് എവിടെയെങ്കിലും ജോലി മേടിച്ചാ വളരെ എളുപ്പമല്ലേ? എന്റെ അച്ഛനല്ലേ PSCയുടെ ചെയർമാൻ. എന്റെ പരിശ്രമം കൊണ്ട് ഈ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു. മിക്സി, ഫ്രിഡ്ജ്, TV, ഗ്യാസ്, സ്റ്റീരിയോ. ഇതൊക്കെ ഒരു അസറ്റാണെന്നുള്ള വിചാരമില്ല. ഇത്രയൊക്കെ ചെയ്തിട്ട് ഒരു അപ്രിസിയേഷൻ, ഒരു നല്ല വാക്ക്, കുറ്റം മാത്രമേ ഉള്ളൂ എപ്പോഴും. അതെ, വേണ്ടാത്ത നേരത്തെ വേണ്ടാതിനം ചെയ്യുമ്പോഴല്ല, വേണ്ട നേരത്തെ വേണ്ടത് ചെയ്യുമ്പോഴാണ് നല്ല വാക്ക് പറയുന്നത്. അതെ, വീട്ടിൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചൊക്കെ വേണ്ടാതിനാ. കോളേജ് വാദ്യരാന്ന് വെച്ച് എന്ത് വേണേലും പറയാലോ തത്വങ്ങള്. നീ പറയണത് നേരാണോടി? അതേന്ന്. അമ്മേ, സുജാതയ്ക്ക് വിശേഷം ഉണ്ടെന്ന്. കുടുംബത്തിന്റെ അന്തസ് കളഞ്ഞു കുളിച്ചവിടെ പേരെന്നോട് പറയരുത്. അങ്ങനെ പറയല്ലോ കൊച്ചമ്മ. ഞാൻ അതുവഴി പോകുന്ന സമയത്തെല്ലാം ആ കൊച്ചിന് ഇവിടുത്തെ വിശേഷം തിരക്കാനേ നേരമുള്ളൂ. അവക്ക് സുഖാണോടി? പിന്നെ അവരാ കൊച്ചിനെ പൊന്നുപോലല്ലേ നോക്കുന്നേ. എന്റെ ഗുരുവായൂരപ്പ, അവള് നന്നായിരിക്കണേ. സ്കൂട്ടർ നല്ല കളറ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം തന്റെ ഇഷ്ടപ്പെടിയാണല്ലോ. എന്നാലും ഹരിയേട്ടൻ ഞാൻ പറഞ്ഞ പോലെ സ്കൂട്ടർ വാങ്ങിയല്ലോ. എന്റെ ആഗ്രഹങ്ങളോ നടക്കുന്നില്ല, തന്റെ ആഗ്രഹങ്ങളെങ്കിലും നടക്കും. ഹരിയേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ഹരിയേട്ടന്റെ വീട്ടിലോ എന്റെ വീട്ടിലോ ഒക്കെ ഒന്ന് പോണം. പോവാം. നിന്നെ നമ്മുടെ വീട്ടുകാരെ ഒരു സന്തോഷ വാർത്ത കൂടെ അറിയിക്കാനുണ്ട്. തന്റെ ജോലി ശരിയായിട്ടുണ്ട്. സുജാത പ്രസവിച്ചു. ആൺകുട്ടിയാ. നമുക്ക് അവിടെ നിന്ന് പോയി അവളെ കാണണ്ടേ? പോകാൻ രാധാമണി, പോകാം. മോനിക്കുട്ടാ, ഏട്ടത്തി, ഇതാരാ പറഞ്ഞേ നോക്കിയേ. എന്റെ അമ്മമ്മ ആരത്? ഇത് പിടിക്കേ, ഞാൻ എടുക്കട്ടെ മോനെ. അവളെ പോലെ തന്നെയാ എന്റെ ചക്കര കുട്ടാ. നീ അപ്പനെ കണ്ടോടാ. അച്ഛനും അമ്മ എന്നോട് ക്ഷമിക്കണം. പോട്ടെ, സാരമില്ല മോളെ. നിന്റെ കുഞ്ഞിന് ഓതിരവും മാലയും വളയും ഒക്കെ ഉണ്ടാക്കി തന്ന ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ അമ്മയ്ക്കും അച്ഛനും ഇത് മാത്രമേ കഴിയുമോ? എന്റെ അമ്മ ഇത് ഒന്നുമില്ലെങ്കിലും അച്ഛനും അമ്മയും മോനെ കാണാൻ വന്നില്ലേ, എനിക്കത് മതി. മോളെ, എന്താ ഇത്ര വൈകിയത്? ശമ്പളം കിട്ടിയ ദിവസല്ലേ ടൗണിൽ ഇറങ്ങി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകായിരുന്നല്ലോ. ഹരിയേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് കരുതി. ശമ്പളം മുഴുവൻ പൊടി പൊടിച്ച മട്ടുണ്ടല്ലോ. ഏയ്, കുറച്ചേ വാങ്ങിയുള്ളൂ. ഞാനൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങി. ബാക്കി ശമ്പളം മുഴുവൻ അതിൽ ഡെപ്പോസിറ്റ് ചെയ്തു. ആദ്യത്തെ ശമ്പളം എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതായിരുന്നു അതിന്റെ ഒരു മര്യാദ. ഓ, ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നൊക്കെ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് പോരായിരുന്നു. ഹരിയേട്ടാ, ഹരിയേട്ടന് കിട്ടുന്ന ശമ്പളം മുഴുവൻ നമ്മളിവിടെ ചെലവാക്കല്ലേ. എന്നും ഇങ്ങനെ വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ? എന്തെങ്കിലും കരുതിയാലല്ലേ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ പറ്റൂ.
അയ്യോ ദേ, എന്ത് പറ്റി? മോനെ, അപ്പോ കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത്. കഴിഞ്ഞ 4 വർഷമായി നിങ്ങളുടെ ഭർത്താവിന് ഈ രോഗം തുടങ്ങി. അന്നേ ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിലാവില്ലായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നതുമാണ്. ഇപ്പോ ഞാൻ നിസ്സഹായനാണ്. ഡോക്ടർ, എന്തായാലും ഈ മരുന്ന് വാങ്ങിയിട്ട് വരും. മോനെ ഇതൊന്നും വാങ്ങിച്ചോണ്ട് വാ. ഇത്രയും നാളെ എന്നോട് പോലും നിങ്ങളിത് മറച്ചു വെച്ചില്ലേ? രാധാമണി, അത് വീടും പറമ്പും വിറ്റിട്ടാണെങ്കിലും നമുക്ക് ചികിത്സിക്കാമായിരുന്നില്ലേ? രാധാമണി, നമ്മുടെ മക്കൾ ഒരിക്കലും ഇതൊന്നും അറിയരുത്. അവർക്കാകെ ഉള്ള സ്വത്ത് ആ തറവാട്. അത് വിറ്റിട്ട് എന്നെക്കൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇത്രയേ ചെയ്യാനാവൂ. എന്തായത്? വലിയ തയ്യാറെടുപ്പൊക്കെ ആണല്ലോ. ഇറച്ചി, മീന്, മുട്ട. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞങ്ങളുടെ ഓഫീസിലെ അക്കൗണ്ടന്റ് ജയശങ്കർ ഊണ് കഴിക്കാൻ വരുമെന്ന്. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ. എന്തൊരു സ്മാർട്ടാണെന്നറിയോ? സ്പോർട്സും രാഷ്ട്രീയവും കലാമേളയും ഒക്കെ ആയിട്ട്. സത്യത്തില് ഒരു പ്രൈവറ്റ് കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ട് ജയശങ്കറിനെ കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അക്കൗണ്ടന്റോ MD ആര് വേണമെങ്കിലും വന്നോട്ടെ. ഇന്നെങ്കിലും വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാമല്ലോ. ഓ ജയം ഒന്നും തോന്നുന്നു. ജയശങ്കർ അല്ലേ? ശൈലജ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ? അതെ. വാ വാ ഇരിക്ക്. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ആ, അല്പം. തനിക്കിത് എന്ത് പറ്റി? സിറ്റി ലൈഫ് ആയിരുന്നല്ലോ ഇഷ്ടം. ഈ പട്ടിക്കാട്ടിൽ എങ്ങനെ വന്ന് വിട്ടു? ടൗണിലേക്ക് മാറിക്കൂടെ? വേണമെങ്കിൽ ഞാനൊരു വീട് അറേഞ്ച് ചെയ്യാം. ടൗണിലാവുമ്പോ ഏഷ്യാനെറ്റും കേബിളും സ്റ്റാറും എല്ലാം കിട്ടുമല്ലോ. കുറച്ചു കഴിഞ്ഞ് മാറണമെന്ന് വിചാരിച്ചിരിക്ക. ജയശങ്കറിന്റെ നാടെവിടെയാ? ചെർപ്പുളശ്ശേരി. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും പിന്നൊരു പെങ്ങളും. കലാപ്രവർത്തനങ്ങളൊക്കെ എപ്പോഴും ഉണ്ടോ? ആ, അല്പസ്വല്പം. അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. സാറ് ക്രിക്കറ്റ് കളിക്കുമായിരിക്കല്ലേ? ഇല്ല. അല്ല, ശൈലജ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റ് കളിക്കാരനെ മാത്രമേ കല്യാണം കഴിക്കൂന്ന് ശപഥം ചെയ്ത ആളാ. അതുകൊണ്ട് ചോദിച്ചതാ. നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം മറ്റൊന്ന് വിധിക്കുന്നു, അല്ലേ? നിങ്ങൾ ഇരിക്കും, ഞാൻ ഊണ് എടുത്ത് വെക്കട്ടെ. ഹരിയേട്ടനില്ലേ? എന്താ അപ്പോ? അച്ഛന് ഹരിയേട്ടനെന്ന് കാണണമെന്ന് പറഞ്ഞു. ഹരിയേട്ടനെ നോക്കി തന്നെ ഞാനും നിൽക്കുന്നേ. ജയേട്ടന്റെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിരുന്നതാ. തലേ ദിവസമെങ്കിലും ചെന്നില്ലെങ്കിൽ മോശമല്ലേ? അപ്പോ ഇരിക്കുന്നോ? ഇല്ല. കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെ എത്താമെന്ന് അച്ഛനോട് പറഞ്ഞേക്ക് കേട്ടോ.